أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك وما الله بغافل عما تعملون. ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون. അൽ-ബഖറയിലെ 150-151 ആയത്തുകളുടെ അർത്ഥം: നീ എവിടെ നിന്ന് പുറപ്പെട്ടാലും മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് നിന്റെ ശ്രദ്ധ തിരിക്കുക. നിശ്ചയമായും നിന്റെ നാഥനിൽ നിന്നുള്ള സത്യം തന്നെയാണിത്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല. നീ എവിടെ നിന്ന് പുറപ്പെട്ടാലും മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് നിന്റെ മുഖം തിരിക്കുക. മുസ്ലിങ്ങളെ, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖങ്ങളെ അതിനു നേരെ തിരിക്കുക. ജനങ്ങൾക്ക് അവരിൽ നിന്നും അധർമ്മം പ്രവർത്തിച്ചവരൊഴികെ മറ്റുള്ളവർക്ക് നിങ്ങൾക്കെതിരായി ഒരു എതിർന്യായവും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ അവരെ അധർമ്മകാരികളെ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടുക. ഈ ആജ്ഞയാകട്ടെ എൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുമേൽ ഞാൻ പൂർത്തിയാക്കുന്നതിനും നിങ്ങൾ നേർവഴി പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. കഴിഞ്ഞ ദർസുകളിൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന് നൽകിയ തഫ്സീറിൽ നിന്നും മക്ക വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിൻ്റെ തുടർന്നുള്ള തഫ്സീറിൽ ഹുസൂർ പറയുന്നു, ഇവിടെ ഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ഷത്രഹു, മുസ്ലിങ്ങളെ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖങ്ങളെ അതിനു നേരെ തിരിക്കുക എന്നുള്ള കൽപ്പനയാണ് നൽകിയത്. യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖങ്ങളെ തിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് യുദ്ധത്തിനായി പുറപ്പെടുന്ന ശക്തരായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല പ്രതിഫലം ലഭിക്കുക, മറിച്ച് നിങ്ങളിൽ രോഗിയായിട്ടുള്ള ആളുകൾ ഉണ്ടാകും, ബലഹീനരായിട്ടുള്ള ആളുകൾ ഉണ്ടാകും, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾ ഉണ്ടാകും. അവർക്കും ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ തത്തുല്യമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. ആ കാര്യമാണ് അള്ളാഹു ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. അവർ മക്കാ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരായിരിക്കും. ഇവിടെ അള്ളാഹു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകളെ കൂടി ആ യുദ്ധത്തിൻ്റെ പ്രതിഫലത്തിൽ ഉൾപ്പെടുത്തുന്നു. ഹുസൂർ പറയുന്നു, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ മക്കയിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നിങ്ങൾ എപ്പോഴും തന്നെ മക്കയുടെ നിങ്ങളുടെ മതപരമായിട്ടുള്ള കേന്ദ്രത്തിൻ്റെ ശിക്ഷണവും തഅലീമും തർബിയത്തും അതിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ മക്കയിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുഴപ്പങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ അത് മുഴുവൻ ഇസ്ലാമിനെയും ബാധിക്കുന്നതാണ്. ഈ കേന്ദ്രം പുരോഗതി പ്രാപിക്കുമ്പോൾ മുഴുവൻ ലോകത്തുമുള്ള ഇസ്ലാമിന് അതിൻ്റെ സ്വാധീനമുണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ്. പറയുന്നു, തീർച്ചയായും അള്ളാഹു മക്കയെ അമുസ്ലിങ്ങളുടെ കൈകളിൽ നിന്നും സുരക്ഷിതമാക്കിയിട്ടുണ്ട്. എന്നാൽ അവിടെയുള്ള ആളുകളിൽ ശൈത്താനികമായിട്ടുള്ള സ്വാധീനം കാരണത്താൽ പല പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ആയത്തിൽ മുസ്ലിങ്ങളെ ഉപദേശിക്കുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും മക്കയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ പരിഷ്കരണത്തിനും പുരോഗമനത്തിനും വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. എന്നാൽ ഇന്ന് മുസ്ലിങ്ങൾ ഈ കൽപ്പനയെ നിരാകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി കൊണ്ട് തന്നെ അവിടെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഹുസൂർ പറയുന്നു, ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ബാഗ്ദാദ്, ദമിഷ്ക്, കാഹിറ തുടങ്ങിയ ഇസ്ലാമിൻ്റെ ഭരണാധികാര കേന്ദ്രങ്ങൾ, പട്ടണങ്ങൾ വളരെയധികം പുരോഗതി പ്രാപിച്ചു. അവിടെ മുസ്ലിങ്ങൾ മതപരമായിട്ടുള്ള കേന്ദ്രത്തെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭരണപരമായിട്ടുള്ള കേന്ദ്രങ്ങളെ ശ്രദ്ധിക്കുകയും അവിടേക്ക് കൂടുതൽ ആളുകൾ താമസിക്കാൻ തുടങ്ങുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരുന്നത്, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പ്രതിനിധികളെ നിങ്ങൾ മദീനയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുക, അവിടെ നിന്നവർ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം കരസ്ഥമാക്കട്ടെ എന്നുള്ള നിർദ്ദേശമായിരുന്നു. എന്നാൽ മുസ്ലിങ്ങൾ ഈ ഒരു നിർദ്ദേശത്തെ നിരാകരിക്കുകയും തങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കേന്ദ്രങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുകയും അവിടേക്ക് ആളുകൾ കൂടി പാർക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിക്കൊണ്ട് വലിയൊരു വിഭാഗം ജനങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് മാറുകയും
മതകേന്ദ്രങ്ങൾ ദുർബലമാവുകയും ചെയ്തു. ഹുസൂർ പറയുകയാണ്, എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇസ്ലാമിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ബാഗ്ദാദിൽ നിർമ്മിക്കപ്പെട്ട യൂണിവേഴ്സിറ്റി യഥാർത്ഥത്തിൽ മദീനയിലായിരുന്നു നിർമ്മിക്കപ്പെടേണ്ടിയിരുന്നത്. ജാമിയ അസ്ഹർ കാഹിറയിലാണ് നിർമ്മിക്കപ്പെട്ടത്. അതിൻ്റെ യഥാർത്ഥ സ്ഥാനം മക്കയായിരുന്നു വേണ്ടിയിരുന്നത്. ഏതൊരു സമൂഹമാണോ തങ്ങളുടെ ആത്മീയതയും വിജ്ഞാന ശക്തിയും ലോകത്ത് വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർ അവരുടെ കേന്ദ്രത്തെ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. ഈ കാര്യമാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്. വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്രുഹു. ഇവിടെ മുസ്ലിങ്ങൾക്ക് നൽകുന്ന കൽപ്പന, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ മക്കയിലേക്ക് തിരിക്കുക, അതിൻ്റെ പരിഷ്കരണത്തിനായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മക്കയിൽ ഹജ്ജിനും മറ്റുള്ള ദീനീപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കും വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുന്നു. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആളുകൾ മോശമായി തീരുകയാണെങ്കിൽ, അവിടേക്ക് വരുന്ന ആളുകളിൽ തെറ്റായ സ്വാധീനമാണ് ഉണ്ടാവുക. പറയുന്നു, കേന്ദ്രം എത്രമാത്രം ശക്തമാകുന്നു അത്രമാത്രം സംവിധാനം ആത്മീയ തലത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആളുകൾക്ക് കേന്ദ്രത്തെക്കുറിച്ചുള്ള ചിന്തയും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിലുള്ള ആളുകൾക്ക് അവരുടെ പരിഷ്കരണത്തെക്കുറിച്ചുള്ള ബോധ്യവും ഉണ്ടായിരിക്കേണ്ടതാണ്. തുടർന്ന് പറയുന്നു, ലഅല്ലക്കും തഹ്തദൂൻ. മക്കാ വിജയത്തിൻ്റെ ഒരു പ്രയോജനമായിക്കൊണ്ട് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സമൂഹം ഇസ്ലാമിലേക്ക് പ്രവേശിക്കും. അള്ളാഹു അവർക്ക് വേണ്ടി ഹിദായത്തിൻ്റെ കവാടം തുറക്കുന്നതാണ്. തീർച്ചയായും കുറച്ച് ആളുകൾ മക്കാ വിജയത്തിന് മുമ്പേ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ബാക്കിയുള്ള ആളുകൾ മനസ്സിലാക്കിയിരുന്നത്, ഈ പ്രവാചകൻ മക്ക വിജയിക്കുകയാണെങ്കിൽ സത്യവാനായ പ്രവാചകനാണ്, എന്നാൽ മക്ക വിജയിച്ചില്ല എങ്കിൽ അത് കള്ളവാദിയാണ് എന്നുള്ളതായിരുന്നു. മക്ക വിജയത്തിന് ശേഷം അറേബ്യയിലുള്ള എല്ലാ ഗോത്രങ്ങളും ഇസ്ലാം സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂട്ടം കൂട്ടമായി ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്നാൽ കഠിന ശത്രുക്കൾ പോലും മക്ക വിജയ സമയത്ത് ബൈഅത്തിൽ പ്രവേശിച്ചു. അതിൻ്റെ പ്രകടമായിട്ടുള്ള ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇസ്ലാമിൻ്റെ കഠിനമായൊരു ശത്രുവായിരുന്നു ഹിന്ദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ സമയത്ത് വധിക്കാൻ വേണ്ടി ശിക്ഷ വിധിച്ച ആളുകളിൽ ഉൾപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഹിന്ദ. എന്നാൽ അവർ രഹസ്യമായി സ്ത്രീകൾക്കൊപ്പം കൂടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കയ്യിൽ ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ സ്ത്രീകളോട് ബൈഅത്ത് വാങ്ങിക്കൊണ്ട് അവരെ ഉപദേശിക്കുകയുണ്ടായി, ഒരിക്കലും തന്നെ നിങ്ങൾ ശിർക്ക് ചെയ്യുകയില്ല എന്ന് പറയുക. അത് കേട്ട സമയത്ത് സദസ്സിലുണ്ടായിരുന്ന ഹിന്ദ പ്രവാചകനോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, ഇനിയും ഞങ്ങൾ ശിർക്ക് ചെയ്യുമോ? അങ്ങ് തനിച്ചായിരുന്നു, അങ്ങക്കെതിരിൽ മുഴുവൻ അറേബ്യയും അവരുടെ ദൈവങ്ങളും ഉണ്ടായിരുന്നു, എന്നിട്ടും അങ്ങ് തനിച്ചായിട്ടും മക്ക വിജയിച്ചു, ഇനിയും ഞങ്ങൾ ശിർക്കിൽ അകപ്പെടുമോ എന്ന ചോദ്യമായിരുന്നു ഹിന്ദ അന്ന് ചോദിച്ചത്. ഹുസൂർ പറയുന്നു, ഇവിടെ വ്യക്തമാകുന്നത് മക്ക വിജയം എന്നുള്ളത് വലിയൊരു ദൃഷ്ടാന്തമായിരുന്നു. ഹിന്ദയെ പോലെയുള്ള ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കൾ പോലും അത് മുഖേന സത്യം മനസ്സിലാക്കി. അതുകൂടാതെ മക്ക വിജയത്തിന് ശേഷം ഗോത്രങ്ങൾ ഇസ്ലാം സ്വീകരിക്കാനുണ്ടായിരുന്ന മറ്റൊരു കാരണം, അവർ ദൃഢമായി വിശ്വസിച്ചിരുന്നത് മക്കയിൽ ഒരിക്കലും തന്നെ ഒരു വ്യാജവാദിയായ ആൾക്ക് വിജയം വരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരാൾ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് നാശമാണ് ഉണ്ടായിരിക്കുക. അതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തം അവരുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രവാചകൻ്റെ ജനനത്തിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യമനിലെ ഗവർണറായിരുന്ന അബ്രഹാം തൻ്റെ വലിയൊരു സൈന്യത്തോടൊപ്പം മക്ക ആക്രമിക്കാൻ പരിശ്രമം നടത്തി. എന്നാൽ വലിയൊരു സൈന്യമുണ്ടായിരുന്നിട്ട് കൂടി അതിന് സാധിച്ചില്ല. മുഴുവൻ സൈന്യവും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അറേബ്യയിലുള്ള ആളുകളുടെ അനുഭവമായിരുന്നു അള്ളാഹു എക്കാലത്തും കാബയെ സംരക്ഷിക്കുമെന്നുള്ളത്. അവർ അതിൽ ദൃഢമായി വിശ്വസിച്ചിരുന്നു. ഒരിക്കലും ഒരു വ്യാജവാദിക്ക് അതിനെ വിജയിക്കാൻ സാധിക്കുകയില്ല എന്നും. തുടർന്ന് മക്ക വിജയിച്ച സമയത്ത് അവർ മനസ്സിലാക്കി, പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാദിയാണെന്നും സത്യപ്രവാചകനാണെന്നും അദ്ദേഹത്തിൻ്റെ മതം സത്യമതമാണ് എന്നുള്ളതും. ബുഖാരിയിൽ വന്ന ഒരു ഹദീസിൽ പറയുന്നു, ഹസ്രത്ത് ഉമർ ബിൻ സൽമ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, അറബികൾ മക്ക വിജയത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അവർ പറയാറുണ്ടായിരുന്നു, ആ പ്രവാചകനെയും ആ സമൂഹത്തെയും നിങ്ങൾ വിട്ടുകൊള്ളുക. ആ നബി, ആ പ്രവാചകൻ മറ്റുള്ളവരിൽ ആധിപത്യം നേടുകയാണെങ്കിൽ തീർച്ചയായും സത്യപ്രവാചകനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മക്ക വിജയം ഉണ്ടായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്ക വിജയിച്ച സമയത്ത് തൻ്റെ സമൂഹത്തിൽ വിജയിയായപ്പോൾ അപ്പോൾ ആ മുഴുവൻ സമൂഹവും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.